അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്ന് ഒക്ടോബർ 28, എൻ്റെ 23ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടുന്നത് ബുധനോ വ്യാഴോ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഖുർആനിൽ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബർ മാസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം. അടുത്ത വീഡിയോയിൽ ഞാൻ കാരണം എന്താണെന്ന് പറയാമെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലൂ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്ലൂ ഞാൻ പറഞ്ഞു തരാം. ഹത്ത ഓതി തീർക്കാൻ ഇനി 4 പേജുകളിൽ ഹത്ത ഞാൻ നാളെയാണ് ഓതി തീർക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഈ ഹത്ത ഓതി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇത് തീർക്കുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് ആയിരിക്കുമെന്ന്. ഒരാൾ കറക്റ്റായിട്ട് തന്നെ കമൻറ്റിൽ ചോദിച്ചായിരുന്നു ബർത്ത്ഡേ ആണോ എന്ന്. രാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ ഹത്ത ഓതി തീർത്തായിരുന്നു. ഖുർആനിൻ്റെ ലാസ്റ്റ് തന്നെ നമ്മൾ ഹത്ത ഓതി കഴിഞ്ഞിട്ട് ഓതേണ്ട ദുആ ഉണ്ട്. എല്ലാ ഖുർആനിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്കുണ്ടായിരുന്ന 2 ഖുർആനിലും ഈ ദുആ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഹത്ത ഓതി തീർക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ അടുത്ത ഹത്ത ഓതി തുടങ്ങി വെക്കണം. അപ്പം നമുക്ക് തീർക്കാൻ നല്ല ഇൻട്രസ്റ്റ് വരും. ഒരു ഹത്ത ഓതി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴാണ് തീർക്കേണ്ടതെന്ന് ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് മനസ്സിൽ വേണം. ഞാൻ ഈ ഹത്തം റമളാൻ മാസത്തിന് മുമ്പ് തീർക്കാനാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാൻ മറന്നു പോയായിരുന്നു. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഏത് നബിക്കാണ് തൗറാത്ത് എന്ന ഗ്രന്ഥം ലഭിച്ചതെന്ന്. അതിൻ്റെ ആൻസർ മൂസാ നബിയാണ്. കുറേ പേരും കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു. ഇനി ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. നമ്മുടെ ഫസ്റ്റ് കിബില ഏതായിരുന്നു? ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അറിയത്തില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആൻസർ പറഞ്ഞു തരാം. കുറേ പേരും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന്. ഞാൻ വിചാരിച്ച് ഇനി തൊട്ട് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും തിരക്കൊന്നും ഇല്ലാത്ത ദിവസത്തിലെല്ലാം ഞാൻ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. എൻ്റെ അടുത്ത് കുറച്ച് പേര് ടോപ്പിക്കൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ഇനി അടുത്ത വീഡിയോകളിൽ തൊട്ട് അതൊക്കെ പറയാം. എനിക്ക് തോന്നി ഒരുപാട് പേർക്ക് ഷിർക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ടോപ്പിക്കിനെ വെച്ച് തന്നെ ഫസ്റ്റായിട്ട് ചെയ്യാമെന്ന്, എന്നിട്ട് ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മളങ്ങനെ ബർത്ത്ഡേ വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. എന്നാലും എൻ്റെ ഉമ്മായും വാപ്പായും ഉത്താമാരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ബർത്ത്ഡേക്ക് വാങ്ങിത്തരാറുണ്ട്. ഇതെനിക്ക് എൻ്റെ ഇത്തായും ഇക്കാക്കായും വാങ്ങിത്തന്ന ഗിഫ്റ്റാണ്. ഇതെനിക്ക് എൻ്റെ ഇക്ക വാങ്ങിത്തന്ന ഗിഫ്റ്റാണ്. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണിത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണം 5 മാസം കഴിഞ്ഞിട്ടാണെന്ന്. എൻ്റെ നിക്കാഹ് കഴിഞ്ഞ മാർച്ചിലേ കഴിഞ്ഞതാണ്. എൻ്റെ നിക്കാഹ് വലിയ ഫങ്ഷനായിട്ടൊന്നും അല്ലായിരുന്നു, ചെറിയ ഒരു ഫങ്ഷനായിരുന്നു, എൻഗേജ്മെൻറ്റ് പോലെയൊക്കെ. ഞാൻ അവിടുത്തെ വീട്ടിലൊന്നും പോയിട്ടില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഷിർക്കിനെ പറ്റി പറഞ്ഞു തരാം. നമ്മൾ മുസ്ലിംസിൽ കൂടുതൽ പേർക്കും ഷിർക്ക് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ അവർക്ക് ഷിർക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഷിർക്ക് എന്താണെന്ന് അറിയത്തില്ല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ. എങ്ങനെയൊക്കെ അള്ളാഹുവിനോട് പങ്കു ചേർക്കാം 3 ടൈപ്പായിട്ട് ഇത് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഷിർക്കിനെ പറ്റി സൂറത്തു നിസായിലെ 48ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു തരാം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഉ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. തന്നോട് പങ്കുചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആര് അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു ബാക്കി എല്ലാ തെറ്റുകളും പുറത്തു തരും, പക്ഷേ ഷിർക്ക് ഒരിക്കലും പുറത്തു തരത്തില്ലെന്ന്. അപ്പോൾ ഷിർക്ക് അത്രയും ഗൗരവമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തന്നെ അത്യാവശ്യമാണ്. ഞാനിപ്പോൾ ഷിർക്ക് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും ഇത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയിട്ടുള്ളവരായിരിക്കും. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഷിർക്കിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന ഒരു ദുആയും കൂടെ പറഞ്ഞു തരാം.
ഒന്നാമത്തത് ഷിർക്കിൻ ലോഡ്ഷിപ്പാണ്. അതായത് ഈ ലോകത്തിലെ സൃഷ്ടികളെയെല്ലാം ഉണ്ടാക്കിയതിന് വേറൊരാൾക്കും കൂടി പങ്കുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യിക്കുന്നതിന് വേറൊരാൾക്കും കൂടി പങ്കുണ്ട്. അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന്, അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും അള്ളാഹു അല്ലാതെ വേറൊരാൾക്ക് ശക്തിയുണ്ട്. അവരുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാം നടക്കും. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് തെറ്റാണ്, അത് ഷിർക്കാണ്. ഇതിലുൾപ്പെടുന്നതാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഭാവിയെക്കുറിച്ച് അറിയും. ആ ഭാവി നമുക്ക് ദോഷമുണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ച് അവർ പറയുന്ന പ്രതിവിധികളെല്ലാം ചെയ്യും. അങ്ങനെ നമ്മുടെ വിധി മാറും. ഇങ്ങനെ വിശ്വസിക്കുന്നതും ഷിർക്കാണ്. കാരണം നമ്മുടെ വിധി എഴുതിയിരിക്കുന്നത് അള്ളാഹു ആണ്. അപ്പോൾ നമ്മുടെ വിധിയെല്ലാം അറിയാവുന്നതും അള്ളാഹുവിനാണ്. ഇത് നമ്മൾ വേറൊരാളടുത്ത് പോയി ചോദിച്ച് അത് മനസ്സിലാക്കിയിട്ട് ആ വിധിയെ മാറ്റാൻ, അള്ളാഹു നമുക്ക് വിധിച്ചിരിക്കുന്ന വിധിയെ മാറ്റാൻ വേണ്ടി ഓരോ പ്രതിവിധികൾ ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിനെ പോലത്തെ ശക്തി ഉണ്ട് മറ്റേയാൾക്കും എന്ന് നമ്മൾ വിലയിരുത്തുകയാണ്. അപ്പോൾ എന്താണ്, അള്ളാഹുവിന് മറ്റൊരാളുമായിട്ട് പങ്കു ചേർക്കുകയാണ്. അത് ഷിർക്കാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഷിർക്കിൻ വർഷിപ്പ്. അതായത് നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹു പറഞ്ഞിട്ടാണ്, അപ്പോൾ അതുപോലെ വേറൊരാൾക്ക് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാളടുത്ത് ദുആ ചെയ്യുന്നു. അള്ളാഹുവിനാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സഫലീകരിച്ച് തരാനുള്ള കഴിവ്. അതുപോലെ നമ്മൾ മറ്റൊരാളടുത്ത് പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സഫലീകരിച്ച് തരാനുള്ള ശക്തി അള്ളാഹുവിനു മാത്രമല്ലാതെ മറ്റൊരാൾക്കും കൂടി ഉണ്ട്. അപ്പോൾ എന്താണ്, അള്ളാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കുന്നു. ഇത് ഷിർക്കാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരൊന്നും അള്ളാഹുവിൻ്റെ ഒപ്പമുള്ളവരല്ല, അള്ളാഹുവിൻ്റെ ശക്തി ഉള്ളവരല്ല. അവരെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് അവരുടെ അടുത്തൊന്നും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായ ആൾക്കാരും അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന് അവരെ പ്രിയപ്പെട്ടവരായത്. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് കഴിവുകളും കൊടുത്തത്. അതിൻ്റെ അർത്ഥം അവർ അള്ളാഹുവിന് തുല്യമാണെന്നോ അള്ളാഹുവിനെ കാട്ടി ശക്തിയുണ്ടെന്നോ നമ്മളുടെ ദുആ സ്വീകരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്നോ അല്ല. സൂറത്തുൽ ഔഫറിലെ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് നോക്കാം. വഖാല റബ്ബുക്കും ദുഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിധ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. നമ്മൾ മറ്റൊരാളടുത്ത് പ്രാർത്ഥിച്ചാൽ എന്തായാലും നമ്മൾ നരകത്തിൽ പോകുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതും മനസ്സിലാക്കാതെ ആളുകൾ മറ്റുള്ളവരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ നടക്കുകയാണ്. ഈ നേർച്ച വെക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പേര് വിളിച്ചിട്ട് പറയാം, അള്ളാഹുവേ, ഞാൻ ഇത്രയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ റബ്ബേ, എൻ്റെ ആഗ്രഹം നീ സാധിച്ചു താ റബ്ബേ. അള്ളാഹുവേ, ഞാൻ ഇത്രയും നോമ്പ് പിടിക്കാം, ഇത്രയും ഖുർആൻ ഓതാം, നീ എൻ്റെ ആഗ്രഹം സാധിച്ചു താ റബ്ബേ. ഇങ്ങനെ നേർച്ച വയ്ക്കാം. അല്ലാതെ മറ്റൊരാളുടെ പേര് വിളിച്ച് അവരുടെ അടുത്ത് നമ്മുടെ ആഗ്രഹം സാധിച്ചു താ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാം, ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാം, ഇങ്ങനെയൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞാൽ അത് ഷിർക്കാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് അല്ലാതെ ആരടുത്തും നമ്മൾ പ്രാർത്ഥിക്കാനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനോ പറയാൻ പാടില്ല. ഇനി അടുത്തത് ഷിർക്കിൻ നെയിംസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ അള്ളാഹുവിനുള്ള പേര് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതായത് ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് നമ്മുടെ വിധിയെല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നത് ഷിർക്കാണ്. നമ്മുടെ വിധിയെല്ലാം അറിയാവുന്ന ഒരാളേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. ഈ കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കുന്നു. അള്ളാഹുവിൻ്റെ കഴിവ് മറ്റൊരാൾക്കുണ്ട്, അള്ളാഹുവിൻ്റെ ശക്തി മറ്റൊരാൾക്കുണ്ട് എന്ന് പറയുന്നു.
അതേപോലെ തന്നെ അള്ളാഹുവിനുള്ളതായ ശക്തികൾ വേറൊരാൾക്ക് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരാൾക്ക് മഴ പെയ്യിക്കാൻ ശക്തിയുണ്ട്, അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ ശിർക്കാണ്. എനിക്കറിയാം ഒരുപാട് മുസ്ലിങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും, പക്ഷേ ഇതൊക്കെ വലിയ തെറ്റാണ്. അള്ളാഹു പറഞ്ഞു ശിർക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം അള്ളാഹു പുറത്തു തരുമെന്ന്, പക്ഷേ ശിർക്ക് ഒരിക്കലും പുറത്തു തരില്ലെന്ന്. ഒരുപാട് മുസ്ലിംസും ഷിർക്ക് എന്താണെന്നറിയാതെ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോകുന്നുണ്ട്. ചിലപ്പം അള്ളാഹു പുറത്ത് തരുമായിരിക്കും അറിവില്ലായ്മ കൊണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ ചെയ്തു പോയ ഷിർക്കുകൾക്ക്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അള്ളാഹു അറിയാതെ ചെയ്തു പോയ ഷിർക്കുകൾക്ക് മാപ്പ് തരുമായിരിക്കും. അള്ളാഹു ഖുർആനിൽ പറയുന്നത് ഷിർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരും, ഷിർക്കിന് മാപ്പ് തരത്തില്ല എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഷിർക്ക് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുത് പിന്നെ ഷിർക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആ പറഞ്ഞു തരാം. അൽ അദാബൽ മുഫ്രദിലെ 716 ഹദീസാണ് ഞാൻ പറയാൻ പോണത്. മക്കിൽ ബിൻ യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, നിങ്ങളിൽ ഷിർക്ക് ഒരു ഉറുമ നടക്കുന്നതിലും സൂക്ഷ്മമായി കടന്നു വരുന്ന ഒന്നാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ദൈവത്തെ കൂട്ടുകാർ ആക്കുന്നവനല്ലേ ഷിർക്ക് ചെയ്യുന്നവൻ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, എൻ്റെ ജീവൻ തൻ്റെ കരങ്ങളിലുള്ളവനായ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഷിർക്ക് ഉറുമ്പിൻ്റെ ചുവടുകളെക്കാട്ടി ഒളിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളിലുള്ള ചെറുതും വലുതുമായ എല്ലാ ഷിർക്കുകളും മായ്ക്കപ്പെടുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക അൻ അശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. അല്ലാഹുവേ, ഞാൻ നിന്നോട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഷിർക്കിൽ നിന്ന് അഭയം തേടുന്നു, അറിയാതെ ചെയ്തുപോയ ഷിർക്കിൽ നിന്ന് മാപ്പും ചോദിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.